ഒരു ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ഒരു ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ട് നമുക്ക്. കാരണം ഈ സിനിമകളെല്ലാം തന്നെ കേരളത്തിൽ ഇതിനു മുമ്പ് കാണിച്ച സിനിമകളുമുണ്ട്, കാണിക്കാത്ത സിനിമകളുമുണ്ട്. അപ്പം മുമ്പ് പലപ്പോഴും ഇതേപോലെ തന്നെ പെർമിഷൻ സെൻസസ് എക്സംഷൻ പെർമിഷൻ വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് ഫിലിമുകൾ അയച്ചു കൊടുക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് സിനോപ്സിസ് മറ്റും അയച്ചു കൊടുത്ത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഒരു ഗവൺമെൻറ്റിൻ്റെ ഇത് സിനിമകളുടെ ലിസ്റ്റ് മുഴുവൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് തോന്നുന്ന ചില വാക്കുകളുടെ പുറത്ത് മാത്രമാണ് ഈ സിനിമകളെ അവർ മാറ്റി നിർത്തിയതെന്ന് കാണേണ്ടി വരും. അല്ലാതെ പാട്രിഷ്യ പൊട്ടങ്ങൻ പോലെ ഔർ ഓഫ് ഫർണസ് പോലെയോ അല്ലെങ്കിൽ വാജിബ് പോലെയൊക്കെയുള്ള സിനിമകൾ ഇവിടെ സുവർണ്ണചകോരം വാങ്ങിച്ചിട്ട് പോയിട്ടുള്ള ചലച്ചിത്രങ്ങൾ അടക്കമുള്ള ക്ലാസിക് ലോക സിനിമയുടെ ക്ലാസിക് എന്ന് പറയാവുന്ന സിനിമകൾ പോലും ഈ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് എന്തോ, കാരണം സത്യത്തിൽ വിവരമില്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇത് എത്തിപ്പെടുന്ന മുകളിലുള്ള ആൾക്കാർ സിനിമ എന്ന മീഡിയത്തെ മനസ്സിലാക്കാതെയാണോ അല്ലെങ്കിൽ സിനിമ എന്ന മീഡിയത്തിനോടുള്ള ഭയമാണോ, ഈ മീഡിയം വളരെ പോപ്പുലറായി ഈ മീഡിയത്തിനോട് പേടിച്ചുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എന്തായാലും അവർ എന്തു കാരണത്താൽ ഇത് വിലക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല. അപ്പം ആയതിനാൽ എൻ്റെ അറിവിലാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പുള്ളതാണ്, ഈ സിനിമ കാണിക്കാൻ ഈ ഗവൺമെൻറ് എടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ വളരെ പ്രശംസനീയമായ കാര്യമാണ്. ഈ പ്രേക്ഷക സമൂഹം മുഴുവനായിട്ടും ഈ ഫെസ്റ്റിവലിൻ്റെ ഒപ്പം നിൽക്കുന്ന പ്രേക്ഷകർ മുഴുവൻ ഈ സിനിമ കാണിക്കണം എന്ന ആറ്റിറ്റ്യൂഡ് കൂടി തന്നെയായി നിൽക്കുന്ന ഒരു ജനതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ അവർ അയ്യോ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തീരുമാനം എല്ലാ അർത്ഥത്തിലും ഗുണകരമാണ്, ഫെസ്റ്റിവലിൻ്റെ നിലനിൽപ്പിനും ഗുണകരമാണ്.